പഞ്ചാഗ്നി ഇനി നമ്മുടെ അമൃതയും അനഘയും കൊടിയ ശത്രുക്കളാകുന്നു. അതേ കൂട്ടുകാരെ, നമ്മൾക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനഘയെ തേടി നമ്മുടെ വിവേക് നമ്മുടെ പഞ്ചരത്നത്തിലെത്തുന്നത്. പക്ഷേ നമ്മുടെ വിവേകിനെ കാണുമ്പോൾ നമ്മുടെ അമൃതയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. നമ്മുടെ അമൃത പറയുന്നുണ്ട്, എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിവേക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കാനാണെന്ന്. അപ്പോൾ നമ്മുടെ അമൃത മാന്യമായി തന്നെ പറയുന്നുണ്ട്, ഹോട്ടലിൽ പൂട്ടിയല്ലോ, അപ്പോൾ ഇനി വേറൊരു ദിവസമായി, അപ്പോൾ ഇപ്പോൾ ഇറങ്ങുമല്ലേ, വീട്ടിൽ നിന്നും ഇറങ്ങുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് പച്ചയ്ക്ക് വീട്ടിൽ നിന്നും ഇപ്പോൾ ഇറങ്ങി പൊക്കോ എന്നുള്ള രീതിയിലാട്ടെ നമ്മുടെ അമൃത പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനഘയ്ക്ക് ഒരു ഷോക്കാട്ടെ. നമ്മുടെ വിവേകും പെട്ടെന്ന് വിചാരിച്ചില്ല അമൃത ഇങ്ങനെ പറയുന്നു. അതിനുശേഷം നമ്മുടെ വിവേക് പോയതിനു ശേഷം നമ്മുടെ അമൃതയെ എന്താ പറയുക, അനഘ കുറേ ദേഷ്യപ്പെടുന്ന ഒരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചേച്ചി പറഞ്ഞത് ഒട്ടും ശരിയല്ല, ചേച്ചി ഭയങ്കര മര്യാദകേടാണ് കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമൃതയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ജീവിതമേ ഒഴിഞ്ഞു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കണക്ക് പുസ്തകം തുറക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, ഓ തുടങ്ങി, എപ്പോൾ നോക്കിയാലും ഈ കണക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനഘയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചിയും അനിയത്തിയും തമ്മിൽ കൊടിയ വഴക്ക് തന്നെയായി. അപ്പോൾ നമ്മുടെ കലാവതിയുടെ ആ ഒരു ലക്ഷ്യം അവസാനം എന്താ പറയുക, സാഫല്യത്തിലെത്തി എന്ന് തന്നെ വേണം പറയാൻ. കലാവതിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നല്ലോ, ഇവരൊക്കെ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് പോകുക എന്നുള്ളത്. അതിനു വേണ്ടി നമ്മുടെ അനഘയെ കണ്ട് സംസാരിച്ചിരുന്നതുമാണ്. അപ്പോൾ നമ്മുടെ അനഘയുടെ ഉള്ളിൽ ആ ഒരു ചെറിയ വിഷം ഉണ്ടായിരുന്നു, അതിപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ എന്താ പറയുക, എല്ലാം കൂടി പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ നമ്മുടെ അമൃതയും അനഘയും കൊടിയ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. ഇനി എങ്ങനെ വരും കഥ? അതേ പ്രേക്ഷകരെ, ഇനി നമ്മുടെ ആ ഒരു വിവേകിൻ്റെ വരവിൽ വേറൊരു ഉദ്ദേശമുണ്ടായിട്ടായിരിക്കുമോ നമ്മുടെ അമൃത അങ്ങനെ പ്രതികരിച്ചത്? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ അനഘയുടെയും അമൃതയുടെയും വഴക്ക് എത്രയും പെട്ടെന്ന് മാറട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.